ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് രഞ്ജിത്ത് തെറ്റ് സമ്മതിച്ചതുകൊണ്ടാണ് എന്ന് രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ബംഗാളി നടി ശ്രീലേഖ മിത്ര പറയുന്നു. പക്ഷേ താൻ തെറ്റ് ചെയ്തു എന്ന് രഞ്ജിത്ത് എവിടെയും സമ്മതിച്ചതായി നാം ആരും കേട്ടിട്ടില്ല. സർക്കാരിന്റെ ഭാഗമായ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെ ഒരാരോപണം ഉയരുമ്പോൾ ആ വ്യക്തി ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു എന്ന് വരും. പക്ഷെ അതിനെ കുറ്റം സമ്മതിച്ചതായി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല. അതല്ലെങ്കിൽ നിയമ നടപടികളിലൂടെ നീതിപീഠം രഞ്ജിത്തിനെ കുറ്റക്കാരൻ എന്ന് വിധിക്കണം. അതൊന്നുമില്ലാതെ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചൊഴിഞ്ഞ വ്യക്തി കുറ്റം സമ്മതിച്ചു എന്നൊക്കെ ചാനലുകളിൽ പറയുന്നത് കടന്ന കൈ തന്നെയാണ്. അതേപോലെ സിനിമയിൽ ഒരു രഞ്ജിത്ത് മാത്രമല്ല ഉള്ളത്, നിരവധി പേരുണ്ടെന്നും രഞ്ജിത്തിന്റെ രാജിയിൽ പ്രതികരിച്ചുകൊണ്ട് ശ്രീലേഖ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. സിനിമയിൽ ഒരുപാട് കലാകാരന്മാർ അന്തസ്സോടെ ജോലി ചെയ്തു വരുന്നുണ്ട്. ഒരു രഞ്ജിത്ത് മാത്രമല്ല, നിരവധി രഞ്ജിത്തുമാരുണ്ടെന്ന് കാറടച്ച് വെടിവെക്കുന്നതും ദുഷ്ടലാക്കോടെയാണെന്ന് പറയാതെ വയ്യ. ഇതൊക്കെ പറയുമ്പോഴും താനായിട്ട് പരാതി നൽകില്ലെന്നും കേരള പോലീസ് ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ശ്രീലേഖ മിത്ര പറയുന്നു. പരാതിക്കാരിയില്ലാതെ ഈ കേസുകളൊക്കെ ഒരു തീർപ്പിലേക്ക് പോകുമോ? പൊതുവേദിയിൽ സെലിബ്രിറ്റിയായ ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുക, എന്നിട്ട് പരാതി നൽകില്ലെന്ന് പറയുക, അതെന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസ് സമീപിച്ചാൽ നടപടികളോട് സഹകരിക്കുമെന്നും നിയമസഹായം നൽകാൻ ഏറെപ്പേർ ഇന്നലെ സമീപിച്ചിരുന്നുവെന്നും ശ്രീലേഖ പറയുന്നുണ്ട്. നിരവധി പേർക്ക് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ശ്രീലേഖ മിത്ര പറയുന്നത്. നിരവധി പേർക്ക് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് ബംഗാളി, ബോളിവുഡ് തുടങ്ങി എല്ലായിടത്തുമുണ്ട്. ഞാൻ മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീ പുരുഷനെ ആക്രമിച്ചാൽ ആ പുരുഷനൊപ്പം താൻ നിൽക്കുമെന്നും കൂടി ശ്രീലേഖ മിത്ര പറയുന്നു. ഇനിയെങ്കിലും സ്ത്രീകൾ സ്വന്തം ശക്തി തിരിച്ചറിയണമെന്നും അവർ പറയുന്നു. 2009-2010 കാലഘട്ടത്തിലാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്ന് ശ്രീലേഖ മിത്ര ഏഷ്യാനെറ്റ് ന്യൂസിനോട് ആദ്യമായി വെളിപ്പെടുത്തിയത്. കയ്യിൽ സ്പർശിച്ചു, വളകളിൽ തൊട്ടു, മുടിയിലും കഴുത്തിലും സ്പർശിച്ചു എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതേസമയം ഇതെല്ലാം രഞ്ജിത്ത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഓഡീഷനായിട്ടാണ് അവർ വന്നതെന്നും അവരുടെ പെർഫോമൻസ് തൃപ്തികരമല്ലാത്തതുകൊണ്ട് സിനിമയിൽ എടുത്തില്ല എന്നുമായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം. ശ്രീലേഖ തന്നോട് വലിക്കാൻ ഒരു സിഗരറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അത് കൊടുക്കുകയല്ലാതെ മറ്റൊരു വിധത്തിലും താൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നില്ലെന്നും കൂടി രഞ്ജിത്ത് പറയുകയുണ്ടായി. അതേസമയം രഞ്ജിത്ത് ലൈംഗിക സൂചനകളോടെയാണ് തന്നെ സ്പർശിച്ചതെന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞിരുന്നത്. താൻ ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചായിരുന്നുവെന്നും സംഭവത്തിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോട് പരാതി പറഞ്ഞിരുന്നുവെന്നും പിന്നീട് ആരും തന്നെ ബന്ധപ്പെട്ടിരുന്നില്ലെന്നുമാണ് ശ്രീലേഖ പറഞ്ഞിരുന്നത്. പാലേരി മാണിക്യം സിനിമയിൽ മാത്രമല്ല, മറ്റു മലയാളം സിനിമകളിലും പിന്നീട് തനിക്ക് അവസരങ്ങളൊന്നും കിട്ടിയില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരങ്ങൾ നിഷേധിച്ചതെന്നും ശ്രീലേഖ മിത്ര പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.